sparks on quiet streets, two hearts finding where to meet. ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഷൊർണൂർ കുളപ്പുള്ളിയിലുള്ള ഒരു സൂപ്പർ വീടാണെന്ന് കാണിക്കാൻ പോകുന്നത്. 1650 സ്ക്വയർ ഫീറ്റും പിന്നെ വീടും സ്ഥലംപാടം നിൽക്കുന്നത് 9 സെൻറ്റ്, പിന്നെ പിന്നാമ്പുറത്ത് ഒരു 5 സെൻറ്റും സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. അങ്ങനെ മോർ വീടാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വീട്. ഇതിനൊരു വില ഉദ്ദേശിക്കുന്നത് വെറും 65 ലാക്ക് ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. വെറും 65 ലാക്ക് ഫൈനൽ റേറ്റിലാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. വെറും 8 വർഷം മാത്രം പഴക്കമുള്ള വീടാണെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത്. ഓക്കെ, വീട് നിൽക്കുന്നത് 9 സെൻറ്റും പിന്നെ ബാക്ക് സൈഡിലേക്ക് ഒരു 5 സെൻറ്റും ആയിട്ട് നിലകൊള്ളുന്ന ഒരു 8 വർഷം മാത്രം പഴക്കമുള്ള ഒരു സൂപ്പർ വീടാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ, നല്ല അടിപൊളി വീടാണ് കേട്ടോ. കണ്ടോ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 2-2.5 കിലോമീറ്റർ, കുളപ്പുള്ളിയിലേക്ക് ഒരു 1-1.5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള ഒരു സൂപ്പർ വീടാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 2.5 കിലോമീറ്റർ, ബസ് സ്റ്റാൻഡിലേക്ക് 2.5 കിലോമീറ്റർ ഷൊർണൂർ. ഓക്കെ, അപ്പോൾ ഡൽഹി, ബോംബെ, ചെന്നൈ, ബാംഗ്ലൂർ അവിടെ ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാനും റെയിൽവേയിലേക്ക് സുഖമായി പോകാനും പറ്റിയ ഒരു നല്ലൊരു ഏരിയയും കൂടിയാണ് ഇത്. കണ്ടോ, റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. കണ്ടോ, കണ്ടില്ലേ, റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ്. കണ്ടോ, ചുറ്റുപുറം നല്ല സ്റ്റൈലിഷ് വീടുകളാണ്. കണ്ടില്ലേ, ഒക്കെ നല്ല സ്റ്റൈലിഷ് വീടുകളാണ് ചുറ്റുപുറത്തും നല്ല. അപ്പോൾ വഴിയൊക്കെ ഇതാണ്. കണ്ടോ, നല്ല വലിയ വീതി കൂടിയ ഏത് വണ്ടി സുഖമായിട്ട് വരാൻ പറ്റിയ നല്ലൊരു സൂപ്പർ വഴിയാണ്. ഇതാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത്. കണ്ടോ, ഈ ഭാഗമാണ്. പിന്നെ തെങ്ങുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ തെങ്ങുകളും പ്ലാവും എല്ലാവിധ അനുഭവങ്ങളും ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുള്ളൊരു വീടാണ്. ഫ്രണ്ടേജൊക്കെ വണ്ടി നിർത്താനും ഒക്കെ സൗകര്യമുണ്ട്. കണ്ടോ, പിന്നെ നല്ലൊരു ലൊക്കേഷനും കൂടി കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. അപ്പം എന്നാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാം. കണ്ടോ, ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി സിറ്റ് ഔട്ടാണ്. കണ്ടോ, നല്ല അടിപൊളി സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതാ നല്ലൊരു പൂന്തോട്ടം പോലത്തെ ഉണ്ട് ഇവിടെ. കണ്ടോ, നല്ല രസമുള്ള പൂന്തോട്ടം പോലത്തെ ഉണ്ട്. തെങ്ങ്, മാവ്, പ്ലാവ്, സപ്പോട്ട, കിപ്പോട്ട എല്ലാം ഉണ്ട്. കണ്ടോ, അതാണ് ഞാൻ ആ സ്റ്റെപ്പ് പറഞ്ഞത്. കണ്ടോ, ആ സ്റ്റെപ്പിൻ്റെ അവിടുന്ന് അങ്ങോട്ട് 5 സെൻറ്റും അതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് 9 സെൻറ്റും. ഇതാ ഇതിൻ്റെ പുറത്തെ സൈഡ് കണ്ടോ, കണ്ടില്ലേ, ഗേറ്റൊക്കെ ഏത് വലിയ വണ്ടി അനായാസം നമുക്ക് കടന്നു ചെല്ലാൻ പറ്റിയ വഴിയാണ്. കണ്ടില്ലേ, നല്ല രസമുള്ള പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുറ്റം കണ്ട നിങ്ങൾ, നല്ല രസമുള്ള മുറ്റം. കണ്ടില്ലേ, അതിൻ്റെ സിറ്റ് ഔട്ട് കണ്ടില്ലേ, നല്ല രസമുള്ള സിറ്റ് ഔട്ടാണ്. കണ്ടോ, വലിയ സിറ്റ് ഔട്ടാണ്. അപ്പോൾ എന്നാൽ ഇത് കണ്ടോ, അതിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടോ. ഇതാണ് ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. കണ്ടോ, നല്ല അടിപൊളി മുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ കൈമതിലൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ചെറിയ കൈമതിലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തെങ്ങുന്നതിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് പൈപ്പ് ലൈനായിരിക്കും പുറത്തൊക്കെ. കണ്ടില്ലേ, ഇതാ ബാക്ക് സൈഡ് കണ്ടില്ലേ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു 5 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, അതിൽ തെങ്ങ്, മാവ്, പ്ലാവ് എല്ലാവിധ അനുഭവങ്ങളും. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. കണ്ടോ, അങ്ങോട്ട് കയറാനുള്ള സ്റ്റെപ്പ് കണ്ടോ. ഇത് കണ്ടില്ല, എല്ലാവിധ അനുഭവങ്ങളും വെക്കാനിതാ ഒരു 5 സെൻറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഓക്കെ, കാരണം അനുഭവങ്ങൾ വെക്കാനുള്ള വേറെ സ്പേസ് ഉണ്ട്. കണ്ടോ,
ഇതിൻ്റെ പുറത്ത് കണ്ടില്ലേ, ബാക്ക് സൈഡ് കണ്ടില്ലേ, നല്ല തിരുമ്പണ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ. നമ്മുടെ ബാക്കിൽ കണ്ടില്ലേ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു തെങ്ങുണ്ട്, അത്യാവശ്യം നല്ല കായ്ക്കണ തെങ്ങാണല്ല കണ്ടോ, നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഓക്കെ, നല്ല രസമുള്ള വീടാട്ടോ, ടൗൺ ഏരിയയിലുള്ള നല്ല സൂപ്പർ വീടാണ് ഷൊർണൂർ ഭാഗത്ത്. ഇത് കണ്ടോ, നല്ല സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗ്രില്ല്, നായ്ക്കൾ കയറാണ്ടിരിക്കാനുള്ള ഗ്രില്ലും വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല രസമുള്ള ഒരു സിറ്റ് ഔട്ടും കൂടിയാണ് കേട്ടോ. ഹിന്ദുസിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സിറ്റ് ഔട്ട് കണ്ടോ, നല്ല വിശാലമായ സിറ്റ് ഔട്ടാണ് കണ്ടോ. റൗണ്ടിൽ വിശാലമായ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ഇതാ നേരെ ഉള്ളിലേക്കുള്ള ഹാള്, നേരെ എൻട്രൻസ് ഉള്ളിലേക്കുള്ള നല്ല തേക്കിൻ്റെ മരമാണ്. ഇതാ എൻട്രൻസ് കണ്ടോ, വിശാലമായ ഹാളാണ് കേട്ടോ. കണ്ടില്ലേ, സോഫ സെറ്റും ഇതൊക്കെ ഇട്ടാലാണ് ഹാളിന് ഭംഗി വരിക. അവിടെ പൂജാമുറി ഉണ്ട് ആ ഡോറിൽ കണ്ടില്ലേ. അവിടെ നല്ല വിശാലമായ സ്പേസ് ഉണ്ട് കണ്ടോ. ഇവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒറ്റപ്പെട്ടി സ്പേസ് ഹാളിലുണ്ട് കേട്ടോ. നേരെ ഇവിടെ അങ്ങനെ ഒരു ഹാള്, മെയിൻ ഹാള് കയറി വന്നാൽ അങ്ങനെ ഒരു മെയിൻ ഹാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഫ്രണ്ടിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോർ വയ്ക്കാം. ഇത് കണ്ടോ, പുറത്തേക്കുള്ള വ്യൂ കണ്ടില്ലേ കണ്ടോ, പുറത്തേക്കുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നേരെ ഡോർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, കണ്ടോ, മെയിൻ ഹാളാണിത്. ഓക്കെ, ഷോക്കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 7-8 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, മെയിൻ ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഫസ്റ്റ് റൂം കേട്ടോ. ഫസ്റ്റ് റൂം 14-13 സൈസോളം വരും, വലിയ ബെഡ്റൂമാണ് ഇത്. അതിന് അറ്റാച്ച്ഡ് ഒരു ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസുള്ള വീടാണ് കണ്ടോ. വലിയ റൂമാട്ടോ, വലിയ ബെഡ്റൂമാണ് കണ്ടോ, നല്ല സ്പേസുള്ള വലിയ ബെഡ്റൂം കണ്ടോ. ഇവിടെ അലമാര ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതാ ബാത്റൂം, അടിപൊളി വലിയ ബാത്റൂം കേട്ടോ കണ്ടോ. വലിയ ബാത്റൂമും വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൂം ഉണ്ടോ, നല്ല വലിയ ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം. ഓക്കെ, ഫസ്റ്റ് ബെഡ്റൂമിൽ നേരെ ഇതാ പൂജാമുറിയാണിത്. നല്ല അടിപൊളി പൂജാമുറി കണ്ടോ, കണ്ടല്ലേ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു സ്റ്റെപ്പ്, ചെറിയൊരു ഭിത്തി ഇതങ്ങനെ കൊടുത്തിട്ടുണ്ട്. പൂജാമുറി നന്നായിട്ടുണ്ട്. നല്ല തേക്കിൻ്റെ മര കൊടുത്തിരിക്കുന്നു കേട്ടോ പൂജാമുറിയിൽ. ഇത് കണ്ടോ, നല്ല അടിപൊളി തേക്കിൻ്റെ മരമുള്ള നല്ല ഡോറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് നേരെ കിച്ചൺ കണ്ടോ. കിച്ചണിലേക്ക് നേരെ ബിഗ് കിച്ചണാട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി കിച്ചണാണ് കണ്ടോ. നല്ല രസമുള്ള കിച്ചണാണ് അല്ലേ. അടിയിലൊക്കെ ടൈല് കണ്ടില്ല, നല്ല രസമുള്ള ടൈലായിട്ടിരിക്കുന്നത്. നല്ല അടിപൊളി കിച്ചണാണ്. കിച്ചണിൽ നിന്ന് നേരെ നോക്കിയപ്പോൾ ഓൾറെഡി കാണിച്ചത് കിച്ചൺ കണ്ടോ. നല്ല രസമുള്ള കിച്ചണാണ്. നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ഗ്രാനൈറ്റൊക്കെ ഇട്ടുണ്ട് കണ്ടോ. നല്ല സ്പേസ് ഉണ്ട് കണ്ടോ. ഇന്നലെയൊക്കെ നോക്കിയപ്പോൾ അടിപൊളി ടൈല്. അപ്പോൾ അവിടുന്ന് നേരെ വർക്ക് ഏരിയ ഉണ്ടല്ലേ, വർക്ക് ഏരിയ അടിപൊളി കണ്ടോ. നല്ല വർക്ക് ഏരിയയാണ്, നല്ല സ്പേസ് ഉണ്ട് കണ്ടോ. ഒരു പട്ടി സ്പേസുള്ള വർക്ക് ഏരിയ ആണ് കേട്ടോ.
എടുത്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് നല്ല ഒന്ന് ഫിനിഷിങ് ആക്കിയ പെയിൻറ്റ് ചെയ്താൽ അടിപൊളി വീടായി. കണ്ടോ, എല്ലാ സ്പേസുള്ള വീടാട്ടോ. കാരണം അടുക്കളയായാലും വർക്ക് ഏരിയ ആണെങ്കിലും ഒക്കെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. റൂമാണെങ്കിലും ഒന്നും ചെറിയത് എന്ന് അറിയില്ല, എല്ലാം നല്ല വിശാലമായി ചെയ്തിട്ടുണ്ട്. കണ്ടോ അല്ലേ? അപ്പോൾ എന്നാൽ നേരെ ഇതാണ് മെയിൻ ഡൈനിങ് ഹാള്. കണ്ടോ, ഇനി അവിടെ നേരെ മുകളിലേക്ക് എന്താ. അപ്പോൾ തന്നെ അപ്സ്റ്റെയറിലേക്ക് നമുക്ക് പോകാം. അപ്സ്റ്റെയറിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഓക്കെ, നേരെ അപ്സ്റ്റെയർ. അപ്സ്റ്റെയർ ഡൗൺ സ്റ്റെയർ കണ്ടില്ലേ? നല്ല വിശാലമായ ഹാളും ഡൈനിങ് ഹാളും കേട്ടോ. അപ്സ്റ്റെയർ റൂഫ് നല്ല ഹൈറ്റും ഉണ്ട്. പിന്നെ അവിടെ കണ്ടില്ലേ പൂജാമുറി. ഇനി നേരെ അപ്സ്റ്റെയർ. അപ്സ്റ്റെയർ കണ്ടോ, അടിപൊളി കേട്ടോ. अपस्टेयर देखने के लिए अच्छा है, बहुत अच्छा है. സമ്മതേ ഹിന്ദിയൊക്കെ വരുന്നുണ്ടോ? കിടിലം വീടാണ്, കിടിലം വീടാണ്. എല്ലാം നല്ല സ്പേസ് ഉണ്ട് അല്ലേ? മുകളിലത്തെ റൂം എങ്ങനെയുണ്ട്? അയ്യോ, സൂപ്പർ റൂം കേട്ടോ. നല്ല അടിപൊളി റൂം, നല്ല ഡിസൈനായിട്ട്. രണ്ട് ഇവിടെ കണ്ട നല്ല രണ്ട് ചെടി എന്തെങ്കിലുമൊക്കെ വെക്കാം. അതിൽ കണ്ട ഒരു തൂട് പോലെ കണ്ടോ. ഇവിടെയും വെക്കാൻ ഒരു ചെടി, ഇവിടെയും വെക്കാൻ നല്ല ഡിസൈനുള്ളത് കണ്ടോ. പുറത്തേക്കുള്ള വീടുകളൊക്കെ നല്ല നല്ല വീടുകൾ കേട്ടോ. കണ്ടോ, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല കൂളിങ്ങും ഉണ്ട്. ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമുള്ളൂ. കണ്ടോ, അടിപൊളി ബാത്റൂം കണ്ടോ. വലിയ ബാത്റൂമാണ് കണ്ടോ, നല്ല വലിയ ബാത്റൂമാണ്. വാഷ് മെഷീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഹീറ്റർ എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ, റൂം കണ്ടില്ലേ? രണ്ടാമത്തെ റൂം അടിപൊളി റൂമാണ്. ഈ രണ്ട് കഴിഞ്ഞ് ഈ നേരെ ഇത് ഹാള് കണ്ടില്ല? അടിപൊളി ഹാള്, നല്ല ടൈലൊക്കെ ഇട്ടിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാട്ടോ. നേരെ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇതെന്താ സംഭവം? അതൊരു സ്റ്റോർ റൂമാട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പിടിക്കാനൊക്കെ. ഓക്കെ, പിന്നെതാ മൂന്നാമത്തെ ബെഡ്റൂം. 1650 സ്ക്വയർ ഫീറ്റാണ്. ഇതാ മൂന്നാമത്തെ ബെഡ്റൂമും നല്ല അടിപൊളി വെൻറ്റിലേഷന് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഓക്കെ, മൂന്നാമത്തത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. അതിൽ ഇങ്ങനൊരു ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ സ്പേസ് നിങ്ങൾക്ക് ബാത്റൂം ആക്കാം മൂന്നാമത്തെ റൂമിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാ ഈ സ്പേസിൽ മൂന്നാമത്തെ റൂമിന് ബാത്റൂം ആക്കണമെങ്കിൽ ഒരു കോമൺ ബാത്റൂം ഇതിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. മൂന്നാമത്തെ ബെഡ്റൂം ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, അടിപൊളി നല്ല സ്പേസുള്ള ബെഡ്റൂമാണ്. ഇനി ഇതാ ബാൽക്കണി. അപ്സ്റ്റെയർ എന്നുള്ള ബാൽക്കണിയാണ്. നേരെ ബാൽക്കണി ഉണ്ടോ, എല്ലാ സ്പേസുള്ള വീടാട്ടോ. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. കണ്ടോ, ബാൽക്കണിയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ നല്ലൊരു ഫങ്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് കണ്ടോ എല്ലാവിധ അനുഭവങ്ങളും സൈഡിലുണ്ട്. കണ്ടോ, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു ഫങ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ താഴത്തേക്ക് ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് ഇട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് കണ്ടോ. ഇത് കണ്ടില്ലേ? കണ്ടോ, താഴത്തേക്ക് ഇങ്ങനെ ചെറിയൊരു ബാൽക്കണി താഴത്തേക്കും ഉണ്ട്. കണ്ടോ, അതിൽ നിന്ന് ഇതവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇറങ്ങാനൊക്കെ നല്ല സൗകര്യമുണ്ട്. കണ്ടോ, തെങ്ങൊക്കെ ഏകദേശം തേങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ബാക്ക് സൈഡ് കണ്ടില്ലേ?
ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ അതാ ആ സൈഡ് കാണുന്നുണ്ട്, അത് അത്രയും സ്പേസ് ഉണ്ട്. അതിൽ ചക്ക ഉണ്ട്, പിന്നെ മറ്റേതുണ്ട്, എന്താ മാങ്ങൻ്റെ ഉണ്ട്, പിന്നെ തെങ്ങുണ്ട്, പിന്നെ വാഴപ്പഴം ഉണ്ട്. എല്ലാ വിധവും ആ 4 സെൻറ്റിൽ അവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീടിൻ്റെ വിശേഷങ്ങളിൽ. ഹലോ, അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 9 സെൻറ്റും പിന്നെ ഒരു 5 സെൻറ്റ് അനുഭവങ്ങൾ വെച്ചിട്ടുണ്ട്. 9 സെൻറ്റിൽ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ ബോർവെല്ലാണ്, പിന്നെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഉദ്ദേശിക്കുന്ന റേറ്റ് 65 ലക്ഷമാണ്. 1650 സ്ക്വയർ ഫീറ്റും 12 സെൻറ്റും വീടിനും വേണം. 65 ലക്ഷമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫൈനൽ റേറ്റാണ്, അതിലൊരു നെഗോഷ്യബിൾ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പല വീഡിയോകളിലും അവർ 70-75 ഇട്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ മാക്സിമം ഇപ്പോൾ അവർ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു 65 ലാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ അവരത് കൊടുക്കും. പിന്നെ എല്ലാവിധ അനുഭവങ്ങളും ഉണ്ട്. തെങ്ങ്, മാവ്, പ്ലാവ്, പിന്നെ ചക്ക, മാങ്ങ, എല്ലാവിധ അനുഭവങ്ങളും കാര്യങ്ങളുണ്ട്. ഷൊർണൂർ അടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, പിന്നെ കുളപ്പുള്ളി അടുത്താണ്. എല്ലാവരും 1.5 കിലോമീറ്റർ ഉള്ളിലടുത്താണ് ഷൊർണൂരും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും. പിന്നെ കുളപ്പുള്ളി ഒരു 2 കിലോമീറ്റർ കഷ്ടി വരും. ഓക്കെ, ഒരു 1.5 കിലോമീറ്റർ കുളപ്പുള്ളിയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ 1650 സ്ക്വയർ ഫീറ്റും വില ഉദ്ദേശിക്കുന്നത് 65 ലാക്കാണ്. പിന്നെ നെഗോഷ്യബിൾ റേറ്റ് അല്ല, ഫൈനൽ റേറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നേരിട്ട് വന്നത് നമുക്ക് ഓണർ റേറ്റ് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, വിഷു, ഹാപ്പി വിഷു, എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെ എല്ലാവരും വന്ന് കാണുക. വീട് നല്ല ഏരിയയാണ്, നല്ല ലൊക്കേഷനുമാണ്. ഞാൻ ലൊക്കേഷൻ ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, നല്ല നല്ല വീടുകളുള്ള അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. കണ്ടോ, സൂപ്പർ ലൊക്കേഷനാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 5 സെൻറ്റ് വേറെയും 9 സെൻറ്റ് വീടും സ്ഥലം വേറെ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി 9 സെൻറ്റ് വീടും 5 സെൻറ്റ് വേറെ ആയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നമുക്ക് നേരിട്ട് ഓണർ റേറ്റ് സംസാരിക്കാം. ഓക്കെ, അത് ഞാനിതിൽ പറയാൻ മറന്നതാണ്. ഓക്കെ, അപ്പോൾ വില എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സംസാരിച്ച് ചെയ്യാം. ഇപ്പോൾ 65 ഞാൻ വീഡിയോയിലേക്ക് പറഞ്ഞ് ഫൈനൽ റേറ്റ് ആക്കിയിട്ടുണ്ട്. അവർ ഫൈനലായിട്ട് 65 കൊടുക്കുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും 75-70 ഇട്ടിരുന്നത്. അപ്പോൾ ഫൈനലായിട്ട് അവർ 65 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നേരിട്ട് വന്ന് നമുക്ക് ഓണർ റേറ്റൊക്കെ സംസാരിച്ച് എന്താ വെച്ചാൽ വേണ്ട പോലെ നിങ്ങൾക്ക് ചെയ്തോളൂ. ഓക്കെ, ബൈ.